ഹായ് ലീഡേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, മോദി കെയറിൽ ഇപ്പോൾ വളരെ മനോഹരമായ പ്രൊമോഷൻ പ്രോഗ്രാംസുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗോവ മലേഷ്യ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 7 മാസമാണ് നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻ പീരീഡ്. അതിൽ 5 മാസമെങ്കിലും നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പ്രൊമോഷൻ പ്രോഗ്രാമിൽ വിജയിക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, സെപ്റ്റംബർ മാസത്തിൽ ഇനി 2 ദിവസം മാത്രമാണ് ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്, ബാലൻസ് ഉള്ളത്. തീരുമാനമെടുത്ത ആളുകൾക്ക് 2 ദിവസം തന്നെ ധാരാളമാണ്. തീരുമാനമെടുക്കാത്ത ആളുകൾക്ക് 30 ദിവസം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിക്കാനില്ല. ഈ മാസം നമ്മൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ, അതിനു വേണ്ടിയുള്ളൊരു വില നമ്മൾ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, നമുക്കറിയാം അടുത്ത മാസം നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി ബെനിഫിറ്റാണ് ഈ മാസം ക്വാളിഫൈ ചെയ്താൽ നമുക്ക് ലഭിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മാസം നമ്മൾ ഈ 2 ദിവസം കൊണ്ട് ഒരു റിസ്ക് എടുത്ത് നമ്മളത് ക്വാളിഫൈ ചെയ്താൽ നെക്സ്റ്റ് മന്ത് ഒരുപാട് പ്രൊമോഷൻ പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസം. ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും ഗോവ ക്വാളിഫിക്കേഷൻ നേടിയ ആളുകൾക്ക് റെക്കഗ്നേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം നമ്മൾ പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുന്ന ആളുകളുടെ മുന്നിൽ ഒരു ജേതാവായി നിന്നുകൊണ്ട് നമുക്ക് അടുത്ത മാസത്തെ ഗസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, ഈ മാസം നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നില്ലെങ്കിൽ പ്രോഗ്രാം ഹാളിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗസ്റ്റിൻ്റെ മുന്നിൽ നമുക്കൊരു വിജയിയായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാനോ അവരെ പ്രചോദിപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഈ മാസത്തെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഈ മാസം ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഏതെങ്കിലും 1-2 മാസം നമുക്ക് മിസ്സായി പോയാൽ പോലും നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് നഷ്ടപ്പെടില്ല. കാരണം നമ്മൾ ഒരു മാസം ക്വാളിഫൈ ചെയ്ത ആളാണ്. അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ പ്രൊമോഷൻസും ഒക്കെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മന്ത് വിജയിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഈ മാസം നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമാണ് നെക്സ്റ്റ് മന്തിലെ പ്രൊമോഷൻ ഉണ്ടാക്കുക. ടീം ഗ്ലോബലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നിരവധി പ്രോഗ്രാമുകൾ പ്ലാനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത മാസം കിട്ടുന്ന അതിൻ്റെ മൈലേജ് വളരെ വലുതായിരിക്കും. നമുക്ക് 4 തരത്തിലുള്ള ആളുകളെ നമ്മുടെ നെക്സ്റ്റ് മന്തിലെ സക്സസ്സിന് വേണ്ടി ഉപയോഗിക്കാനും പറ്റും. ഒന്ന്, നമ്മുടെ കൂടെ നിലവിലുള്ള ആളുകളെ ഒരു ഹൗസ് പാർട്ടി അറേഞ്ച് ചെയ്ത് നിലവിലുള്ള ആളുകൾക്ക് തന്നെ ഒരു 10,000-15,000 പ്രൊഡക്ട്സ് എടുത്തുകൊണ്ട് അവരെ അതിൻ്റെ ബെനിഫിറ്റ് കൃത്യമായി പഠിപ്പിച്ച് ഒരു ഹൗസ് പാർട്ടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവരിലൂടെ നമുക്ക് കുറേ ആളുകളെ പുതിയതായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. 2, മുൻകാലങ്ങളിൽ നമ്മുടെ കൂടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ഇപ്പോൾ ബിസിനസ്സിൽ അത്ര സജീവമല്ലാത്ത ആളുകളെ നമുക്ക് റീകണക്റ്റ് ചെയ്യാൻ പറ്റും. അവരെ കണ്ട് സംസാരിച്ച് ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ബിസിനസ്സിലേക്ക് ഒന്നും കൂടെ അവരെ റീക്വാളിഫിക്കേഷന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. 3, ഇവരിൽ നിന്ന് നമുക്ക് റെഫറൻസ് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ നിലവിലുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് റെഫറൻസ്